ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചൂര മീനിൻ്റെ തല, അത് മുള്ളും തലയും കറി വെക്കാം. അതിനായിട്ടൊരു ചട്ടി ചൂടാക്കി അതിലോട്ട് എണ്ണ ഒഴിച്ചു കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പം ചുവന്നുള്ളി അരിഞ്ഞതും ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ എരിവില്ലാത്ത 4 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പുപൊടി, ഉലുവാപ്പൊടി ഇവയെല്ലാം കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് തോട്ടുപുളി, കഴുകി വൃത്തിയാക്കി വെച്ച തോട്ടുപുളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ പുളിക്ക് ആവശ്യത്തിനുള്ള പുളിയുണ്ട്. അത് 3-4 കഷ്ണം എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് അരപ്പെല്ലാം തിളച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിവിടെ മീൻ പറക്കിയിടുന്നത്. മുള്ളാണ്, പക്ഷെ മുള്ളാണെങ്കിലും അതിനകത്ത് കൂടുതലും മാംസമാണ്. അവർ നല്ലപോലെ കട്ട് ചെയ്ത് തന്നതാണ്. കൂടുതലും മാംസമാണ്, മുള്ളും തലയാന്ന് പറഞ്ഞാലും കുറച്ച് മുള്ളേ ഉള്ളൂ. എന്നാലും നമുക്കതിനകത്തോട്ട് പറക്കിയിട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എന്നിട്ട് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. എല്ലാം ഞാനിപ്പോൾ മീൻ കഷ്ണം എല്ലാം മുങ്ങി നിൽക്കത്തക്ക രീതിയിലെല്ലാം ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട്. അതൊന്ന് അടച്ച് വെച്ച് മീൻകറി അവിടെ നിന്ന് വേവട്ടെ. നല്ലപോലെ ഒരു തിള വന്നു. അന്നേരം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു. വീണ്ടും അത് അടച്ച് വെച്ച് അതിനകത്തോട്ട് കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് വാങ്ങി നല്ല ചൂടോടെ വേവിച്ച കപ്പ വേവിച്ചതും മീൻതലക്കറിയും നമുക്ക് കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.